തരൂരിന്റെ ലക്ഷ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കണം. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാക്കണമെന്നല്ലേ തരൂർ പറയുന്നത്? അതിനപ്പുറത്തേക്ക് തരൂർ ഇപ്പോൾ തന്നെ പാർട്ടി വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് മാറുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നേതൃദാരിദ്ര്യമുണ്ട്, നേതൃതലത്തിൽ അടിയുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒരു തിരുത്താനാണെങ്കിൽ ഒരു മാധ്യമത്തിൽ ഒരു അഭിമുഖം നൽകി തനിക്ക് വേറെ വഴിയുണ്ടെന്ന് പറയുന്നത് തന്നെ സൂചിപ്പിക്കുന്നത് പുറത്തേക്ക് തരൂർ പോവുകയാണെന്നുള്ള സംശയം സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. നന്നാക്കാനല്ല ഈ വിമർശനം എന്ന് അവർ കരുതുന്നു. പ്രത്യേകിച്ചും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സ്റ്റാർട്ടപ്പുകളുടെയും വ്യവസായ മേഖലയുടെയും നേട്ടം എന്നുള്ള കാര്യത്തിൽ ഒരു തിരുത്ത് പോലും ശശി തരൂർ ഇതുവരെ നടത്തിയിട്ടില്ല. അത് ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ശശി തരൂരിന് ഇനി എന്താണ് പൊസിഷൻ എന്നുള്ളതാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. ഇപ്പോൾ ശശി തരൂർ കോട്ട് ചെയ്ത രമേശ് ചെന്നിത്തല അടക്കം അത്രയും പാർട്ടിയിൽ സീനിയോറിറ്റിയുള്ള നേതാക്കളെ മറികടന്നുകൊണ്ടാണ് CWC സ്ഥിരാംഗമാക്കി ശശി തരൂരിനെ വെക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളൊരു പൊസിഷൻ കോൺഗ്രസ് ഒരു സംസ്ഥാനത്തും വെക്കാറില്ല. അത് നേരത്തെ വെച്ച് പോകണമെന്നൊക്കെ ശശി തരൂർ പറയുന്നത് മറ്റെന്തോ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നുള്ള സംശയം സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് നേരത്തെ ഉണ്ട്. ഈ അഭിമുഖം കൂടി പുറത്തു വരുമ്പോൾ അത് അവർ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പരസ്യമായി ഒരു നേതാവും ശശി തരൂരിനെ തള്ളി പറയാൻ സാധ്യതയില്ല. കേരള നേതാക്കൾ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച് പോകാൻ തന്നെയായിരിക്കും ഇതിലും സാധ്യത. പക്ഷേ ഇത് കുറെ കൂടി കടുത്ത നിലപാടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇനി ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ മിണ്ടാതിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാലൊക്കെ പറഞ്ഞത് എല്ലാം സെറ്റിൽ ചെയ്തു, നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ്. പക്ഷേ ഇത് നേതൃത്വത്തെ പരസ്യമായി വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുമ്പോൾ അതങ്ങനെ നോക്കി നിൽക്കാൻ നേതൃത്വത്തിന് കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം കൂടിയാണ് ഈ അഭിമുഖം കോൺഗ്രസിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശശി തരൂർ മെരുങ്ങി എന്നുള്ളത് പുറത്തേക്ക് വന്ന മെസ്സേജുകൾ മാത്രമാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അപ്പോഴും ചില സൂചനകൾ ഉണ്ടായിരുന്നു. ആ ചർച്ച പൂർണ്ണ സമവായത്തിലല്ല പിരിഞ്ഞത് എന്നത് സംബന്ധിച്ച് ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും തനിക്ക് കൂടുതൽ പാർട്ടി ഉത്തരവാദിത്തങ്ങൾ നൽകണം എന്ന് തരൂർ ആ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നതായി സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ സാധൂകരിക്കും വിധമാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയിരിക്കുന്ന ഈ അഭിമുഖത്തിൽ ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് തനിക്ക്, അതായത് പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ വഴികളുണ്ട് എന്നുള്ളതാണ്. ആ വഴികൾ എന്ത് എന്നുള്ള ചോദ്യത്തോട് അദ്ദേഹം പറയുന്നത് വ്യക്തമായി, അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അദ്ദേഹം മാറുമോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് താൻ എഴുത്തുകാരനാണ്, അതോടൊപ്പം തന്നെ പ്രസംഗിക്കാനുള്ള തനിക്ക് കഴിവുണ്ട്, അങ്ങനെ പല വഴികളും തന്റെ മുമ്പിലുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് എന്ന് തരൂർ അടിവരയിടുകയാണ്. ദേശീയ തലത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് 19% വോട്ട് ഷെയർ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. 26% വോട്ട് ഷെയർ എങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ ദേശീയ തലത്തിൽ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു.